നമസ്കാരം. ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ കെ സുധാകരൻ എത്രയും പെട്ടെന്ന് നേതൃസ്ഥാനത്ത് നിന്ന് മാറണം, പകരം കഴിവും ആർജവും ഊർജവുമുള്ള ഒരാൾ നേതൃസ്ഥാനത്തേക്ക് വരണം. അതിന് വളരെ ശക്തനായ ഒരാൾ തന്നെ ആയിരിക്കണം. ഈ പറയുന്ന പോലെ പല്ല് കൊഴിഞ്ഞ സിംഹമൊന്നും പാടില്ല, ഇച്ചിരി ആരോഗ്യമൊക്കെ ഉള്ള, നല്ല ശരീരത്തിനൊക്കെ ഇത്തിരി ബലമൊക്കെ ഉള്ള ഒരാൾ തന്നെ വരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. തന്നെയുമല്ല, ഈ ബി ജെ പിയിൽ പോകണം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട. RSSൻ്റെ കുട്ടികൾക്ക് ഞങ്ങളുടെ കുട്ടികൾ പോയി ഇത് ചെയ്തു, സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്ന ഒരാൾ വേണ്ട. അതുകൊണ്ട് കരുത്തുള്ള ഒരു നേതാവ് വരണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അപ്പം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് നോക്കിയ സമയത്താണ് രജിത് ലീല രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണക്കുറിപ്പൊന്നുമല്ല, സുധാകരൻ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന ഇങ്ങനെയാണ്: കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ അദ്ദേഹത്തിന്, അതായത് ഈ രജിത് ലീല രവീന്ദ്രന് വ്യക്തിപരമായി കടപ്പാടുള്ളത് KPCC അധ്യക്ഷനോടാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കെ സുധാകരൻ ഈ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇനി വരാൻ പോകുന്നത്, കോൺഗ്രസിൻ്റെ KPCCയെ നയിക്കാൻ പോകുന്നത് ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റോ, ഒരു മുസ്ലിം പ്രസിഡന്റോ, ഒരു നായർ പ്രസിഡന്റോ, ഒരു ഈഴവ പ്രസിഡന്റോ ആയിരിക്കും. അതെന്തുവാ? അതായത് ഇപ്പം തന്നെ നമുക്കറിയാം, ആന്റോ ആന്റണി അടക്കം ഇവിടെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം, അതല്ലെങ്കിൽ ഒരു പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരു മുന്നാക്ക സമുദായത്തിൽ നിന്ന്, നായർ പറയുന്ന സമുദായത്തിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാവണം. ഇങ്ങനെയാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റോ, ഒരു മുസ്ലിം പ്രസിഡന്റോ, ഒരു ഈഴവ പ്രസിഡന്റോ, ഒരു നായർ പ്രസിഡന്റോ ഒക്കെ ആയിരിക്കും. ഇത് കെ സുരേന്ദ്രൻ ഒരു ഈഴവ ഇതാണ്, തീയ എന്ന് പറയുന്ന സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ് സുധാകരൻ എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്കറിയാം? വളരെ കുറച്ച് പേർക്ക് അറിയത്തില്ല കുമ്പക്കുടി സുധാകരൻ ഈഴവ അല്ലെങ്കിൽ തീയ സമുദായത്തിൽ നിന്നുള്ളതാണ് എന്നുള്ള കാര്യം, ഒരു പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് സുധാകരൻ തന്നെ ഈ സ്ഥാനം കൈയാളണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം ബാക്കിയുള്ള പ്രവർത്തകരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയുണ്ട്. അതായത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ KSU കാലത്ത് നീലപ്പതാക പിടിച്ചതിൻ്റെ പേരിൽ ലഭിച്ച അടിയുടെയും ഇടിയുടെയും ചവിട്ടിൻ്റെയും കണക്കുകൾ പറയുമ്പോൾ അത്ര വിഷമമാണെങ്കിൽ ഇതിനൊന്നും പോകാതിരുന്നാൽ പോരെ എന്ന് പറഞ്ഞിരുന്ന ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അന്നത്തെ കണ്ണൂർ DCC പ്രസിഡന്റ് കെ സുധാകരൻ. ഇതിനൊക്കെ പോകാതിരുന്നാൽ പോരെ, തല്ലുപിടിയൊന്നും കൊള്ളത്തില്ലല്ലോ എന്ന് അക്കാലത്തെ DCCയിലുള്ളവന്മാർ പറയുന്ന സമയത്തും സുധാകരൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല. പിന്നെ എന്താ ചെയ്തേ? പിള്ളേര് പാർട്ടിക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതാണ് സുധാകരനെ കുറിച്ച് KSUക്കാർ ഓർക്കുമ്പോഴുള്ള, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ KSUക്കാരായിരുന്നവർ ഓർക്കുമ്പോൾ ഉള്ള കാര്യം അതാണ്. പിള്ളേർ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു DCC അധ്യക്ഷനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ്, തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുത്തതിന് അതിക്രൂരമർദ്ദനത്തിന് വിധേയനാവേണ്ടി വന്ന അടുത്ത സുഹൃത്തും ക്ലാസ്മേറ്റും സാമ്പത്തികാവസ്ഥയിൽ അതിദരിദ്രനുമായ ഒരുവന്റെ ചികിത്സാ ചെലവ് മുഴുവൻ വഹിച്ചെന്ന് മാത്രമല്ല, പിന്നെയും ഒരുപാട് വർഷം ഒരു മകനെ പോലെ അവനെ കൂടെ കൊണ്ട് നടന്നതിനുമാണ് സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് എനിക്ക് കടപ്പാട് എന്ന് രജിത് ലീല രവീന്ദ്രൻ പറയുന്നു. അപ്പോൾ അത്ര ഗംഭീരമായി അവിടെ ഒരു നോമിനേഷനുമായി ബന്ധപ്പെട്ട് അടി കിട്ടിയപ്പോൾ ആ ചെറുപ്പക്കാരനെ കൂടെ നിർത്തി സ്വന്തം മകനെ പോലെ കൊണ്ടു നടന്ന ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ളൊരു കഴിവ് ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്വന്തം സ്ഥാനലബ്ധിക്ക് വേണ്ടി കൂടെ കൂട്ടുന്ന പോലെ അല്ല അതൊന്നും. അത് ചെലവുകൾ വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ കൂടെ കൂട്ടി എൻ്റെ സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെൻ്റെ അനിയനെ പോലെയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന പോലെ അല്ലായിരുന്നു സുധാകരൻ ചെയ്തിരുന്നത് എന്നാണ് ആ പറഞ്ഞു വന്നതിൻ്റെ ഉൾപ്പൊരുൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റിനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ തുടങ്ങിയിരുന്നു. എന്നിട്ടും കണ്ണൂർ ഇടതാഭിമുഖ്യമുള്ള പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ പരാജയപ്പെടുത്തുന്നത് 1,00,000 പരം വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ്. CPM സംസ്ഥാന സെക്രട്ടറി MLA ആയ CPMന്റെ നെടുങ്കോട്ടയായ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ പോലും 8,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുധാകരൻ ലഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ സുധാകരൻ പരാജയപ്പെടുത്തിയത് CPMന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെയാണ്. അപ്പം അത്രത്തോളം ശക്തനായ കണ്ണൂർ പോലെയുള്ള ഒരിടത്ത് CPMന്റെ നെടുങ്കോട്ടകളായ പലയിടങ്ങളിലും ശക്തനായ ഒരു കോൺഗ്രസ് നേതാവായിരിക്കാൻ
കെ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു അതിശയോക്തി ആകില്ല എന്നുള്ളതിൻ്റെ നേര് ഉദാഹരണമാണ് ഇപ്പോൾ ഈ രജിത് ലീല രവീന്ദ്രൻ പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, അതായത് ഇവിടെ CPM-ന്റെ കോട്ടയിൽ എങ്ങനെ സുധാകരൻ ഇത്രത്തോളം നേട്ടമുണ്ടാക്കി, 1.5 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എങ്ങനെ വിജയിച്ചു എന്നറിയാൻ വേണ്ടി ഒരാളെ അന്വേഷിച്ചു. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ UDF-ന്റെ ഒരു രാഷ്ട്രീയ വോട്ട് പോലും ചോരില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. സുധാകരൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി വോട്ടുകളൊന്നും തന്നെ കൈമോശം വരില്ല. ഇപ്പം അങ്ങനല്ല, സ്ഥിതി മാറി. പിന്നെയോ, ജാതി മത രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് വോട്ട് പിടിക്കാൻ കഴിവുള്ള വലിയ നേതാവായി മാറിയിട്ടുണ്ട് സുധാകരൻ. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് താൽക്കാലികമാണെന്നും കൃത്യമായ രോഗനിർണയം നടത്തുന്നതിൽ വന്ന കാലതാമസമാണ് ഇടക്കാലത്തുണ്ടായതെന്നും അദ്ദേഹത്തെ പോലൊരു പോരാളി തിരിച്ചു വരുമെന്നുള്ള പ്രചാരണം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു എന്നതാണ് വർദ്ധിച്ച ഭൂരിപക്ഷം കാണിക്കുന്നതിലെന്നും അവർ പറയുന്നു. അപ്പോൾ അതായത് അദ്ദേഹത്തിന് രോഗം ഒരു വലിയ പ്രശ്നമല്ല, അദ്ദേഹം വർദ്ധിത വീര്യനായി തിരികെ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് 100% ഉറപ്പാണ്. അതിൻ്റെ നേരുദാഹരണം കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ സുധാകരനെ അവിടെ ജയിപ്പിച്ചത് എന്ന് പറയുന്നു. മാധ്യമ പരിലാളനകൾ ഒരു കാലത്ത് ലഭിച്ച നേതാവല്ല കെ സുധാകരൻ. മാധ്യമങ്ങളുടെ ഉടമകളെ കണ്ട് സുഖിപ്പിക്കാനോ മാധ്യമപ്രവർത്തകർ എന്തെഴുതിയാലും അവരെ നോക്കി വെളുക്ക ചിരിക്കാനും സുധാകരൻ തയ്യാറാവില്ല. തങ്ങൾക്കെതിരെ അക്രമമാണ് ലക്ഷ്യമെങ്കിൽ നോ കോംപ്രമൈസ് എന്ന് തന്നെയാണ് സുധാകരൻ ഇക്കാലം അത്രയും മാധ്യമങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയാണ്. പലപ്പോഴും സുധാകരനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിന്നു കൊടുക്കാറില്ല. മാധ്യമങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നു കൊടുക്കുന്ന ഒരാളായി ഒരിക്കലും സുധാകരൻ നമ്മൾ കണ്ടിട്ടില്ല. സുധാകരൻ പലപ്പോഴും അതിശക്തനായി തനിക്ക് പറയാനുള്ള എന്തും കാര്യങ്ങൾ ഏത് മാധ്യമപ്രവർത്തകന്റെ മുഖത്ത് നോക്കിയും ഒരു ഉറച്ച ശബ്ദത്തോടു കൂടി പറയാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു സുധാകരൻ. അത് നമ്മൾ കഴിഞ്ഞ ആലപ്പുഴയിൽ സമരാഗ്നി എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്ന് പോലും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അസംതൃപ്തി പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല മാധ്യമങ്ങളിരിക്കുന്നു, ചാനലുകളൊക്കെ ഇരിപ്പുണ്ട്, തുറന്നിരിക്കുകയാണ് എന്നുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായി തെറി പറയേണ്ടടുത്ത് തെറി പറഞ്ഞു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശീലം. അതാ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചൂടാണ് സത്യത്തിൽ കെ സുധാകരൻ്റെ ഏറ്റവും വലിയ ഒരു കൈമുതൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായ VK ശ്രീകണ്ഠൻ, രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളോട് സ്വീകരിക്കാൻ നിലപാട് വർഷങ്ങൾക്ക് മുമ്പേ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്ന നേതാവാണ് കെ സുധാകരൻ. സുധാകരൻ ഒന്ന് കാലിടറിയാൽ നാക്കുപിഴ സംഭവിച്ചാൽ മുൻകാല കണക്കുകൾ തീർക്കാനെത്തുന്ന മാധ്യമങ്ങളാണ് ചുറ്റിലും. മാധ്യമങ്ങൾ സുധാകരനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ പുള്ളി പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് മാധ്യമങ്ങളോട് കാണിച്ച അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ചുട്ട മറുപടിയാണ് എന്നുള്ളതാണ്. അപ്പം KPCC പ്രസിഡന്റ് എന്ന പദവിയിൽ ഏറ്റവും അത്യാവശ്യം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കലോ പ്രസ് മീറ്റ് നടത്തലോ അല്ല, പാർട്ടിക്ക് നേതൃത്വം നൽകുകയും പാർട്ടിയെ ഏറ്റവും താഴെത്തട്ടിൽ വളരെ ചലനാത്മകമാക്കുകയും ചെയ്യുക എന്നതാണ്. പാർട്ടി പ്രവർത്തകർക്ക് നേതാവെന്ന് പറയാൻ ആൾപ്പൊക്കമുള്ള നേതാവും വർഷങ്ങളായുള്ള പ്രവർത്തന മികവ് കൊണ്ടുള്ള അംഗീകാരവുമാണ് ആവശ്യം. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ആവശ്യം വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും AC മുറിയുടെ ശീതളിമയിൽ ഇരുന്ന് പത്രസ്ഥാപനങ്ങളിലേക്കുള്ള പ്രസ്താവന തയ്യാറാക്കി നൽകുന്ന ആളല്ല, അവർക്കൊപ്പം നിൽക്കുകയും ഏതൊരവസ്ഥയിലും അവരോടൊപ്പം ഉണ്ടാകുകയും ചെയ്യുന്നൊരാളാണ് പാർട്ടിയുടെ അധ്യക്ഷൻ. ശരിയാണ്, അത് VD സതീശനിട്ട് നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട്. VD സതീശൻ പ്രസംഗിക്കാൻ കയറുമ്പോൾ പോക്കറ്റിൽ ഒരു മൈക്കുണ്ടാവും, നമുക്കെല്ലാവർക്കും അറിയാം. PR വർക്ക്, PR ഏജൻസിയെ ഒപ്പം കൊണ്ടു നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ വിളിച്ചു പറയാനും നമുക്കറിയാം. VD സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ഞാൻ എറണാകുളത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ഞാൻ അവിടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ഇവിടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുടങ്ങിയ വിശദീകരണങ്ങളാണ്. സർവ്വസമയവും മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാ ദിവസവും കൃത്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒരാളായി VD സതീശൻ മാറുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും തനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം മാധ്യമങ്ങളെ കാണുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നീട് കണ്ണൂർ DC പ്രസിഡന്റായിരുന്ന കെ സുധാകരനും കണ്ണൂർ MP ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനും തീയ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന എഴുതിയ രജിത് ലീല രവീന്ദ്രൻ അറിയുന്നത്. മിക്കവർക്കും അങ്ങനെ തന്നെ ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവരിരുവരും അവരുടെ ജാതി ഐഡന്റിറ്റി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല നടത്തിയത് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. മുല്ലപ്പള്ളി അത്ര നല്ല വെടിപ്പൊന്നുമല്ല, അദ്ദേഹം ഒരു സ്ട്രോങ് ഫേസ് ഒന്നുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. മുല്ലപ്പള്ളി നേതാവ് ഒരു വലിയ ശക്തനായ കരുത്തനായ നേതാവെന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടാൻ പറ്റിയ നേതൃഗുണമൊന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ കാണുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരിക്കുന്ന സമയത്താണ് പാർട്ടി ഏറ്റവും കൂടുതൽ താഴേക്ക് പോയിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ ജാതിമത വിഭാഗങ്ങൾക്കും പ്രാധാന്യം വേണമെന്നത് ശരിയാണ്. പക്ഷേ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ അത്തരമൊരു ജാതിമത റിസർവേഷൻ വരുന്നത് ഈ സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതെ, അതൊരു കാര്യം ശരിയാണ്. കോൺഗ്രസ് നാഴികയ്ക്ക് 40 വട്ടം മതേതരത്വം വിളമ്പുന്ന ഞങ്ങൾ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്.
ആ മതേതര പാർട്ടിയിൽ ആന്റോ ആന്റണിയെ പോലെ ഒരു ക്രൈസ്തവ സഭയിൽ നിന്നുള്ള ഒരാൾ വേണം, ഒരു ഈഴവ സഭയിൽ നിന്നുള്ള ഒരാൾ വേണം, അല്ലെങ്കിൽ നായരായിരിക്കുന്ന ഒരാൾ അതിൻ്റെ പ്രസിഡന്റ് ആവണം എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഘോരം ചർച്ച നടക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജാതി മത സമവാക്യങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ ഏകോപിപ്പിച്ചു കൊണ്ടുവരാൻ ഉള്ള ശ്രമമാണ് സത്യത്തിൽ ഒരു പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടത്. അതിന് പറ്റിയ ഒരാൾ തന്നെയാണ് കെ സുധാകരൻ എന്ന് തന്നെ പറഞ്ഞു വരികയാണ് അവർ ചെയ്യുന്നത്, ഈ ലീല രവീന്ദ്രൻ. പക്ഷെ അപ്പോഴും ഇദ്ദേഹം കൊണ്ടുവന്ന പല ആശയങ്ങളും നമുക്കറിയാം. കെ സുധാകരൻ KPCC അധ്യക്ഷനായതിനു ശേഷമാണ് ഒരു സെമി കേഡർ സംവിധാനം പാർട്ടിയിൽ നടപ്പിലാക്കണം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത്. അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം SFIയോ DYFIയോ പ്രവർത്തിക്കുന്ന പോലെ താഴേക്കിടയിൽ നിന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകും. അങ്ങനെ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് പോയി കഴിയുമ്പോൾ താഴെ ചുവട് മുതൽ തന്നെ പാർട്ടിയെ ബലപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. അതിനെയെല്ലാം പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു സെമി കേഡർ സംവിധാനമില്ല, ഒരു അച്ചടക്കമില്ല. പാർട്ടിക്കാർ അച്ചടക്കം പാലിക്കണമെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എവിടെയാണ് പാർട്ടിക്ക് അച്ചടക്കം? നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളെ കാണുമ്പോഴും അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുമ്പോഴും സ്വന്തം പാർട്ടിയിലെ അധ്യക്ഷനെ പാര വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടത്ത് എവിടെയാണ് പാർട്ടിയിൽ അച്ചടക്കം? അങ്ങനെ പാർട്ടിയിലെ അച്ചടക്കം പാടെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കെ സുധാകരൻ വിഭാവനം ചെയ്യുന്ന ഒരു കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് മാറി. ഇവിടെ കുതുകാൽ വെട്ടും അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും ഒരാളെ പിടിച്ച് താഴെ ഇടുക. നമ്മൾ കെ മുരളീധരന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം മുരളീധരനെ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് മറിക്കുന്ന സംവിധാനം വരെ ആയിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന VD സതീശനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പലയിടത്തും ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് VD സതീശനെതിരായി. അപ്പോൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും കെ സുധാകരനെ പുകച്ച് പുറത്തിയാടിക്കുക, പകരം വേറൊരാളെ അവിടെ ഈ പറയുന്ന ജാതി മത സമവാക്യങ്ങൾക്കനുസരിച്ച് ഒരാളെ KPCCയുടെ അധ്യക്ഷനാക്കി തീർക്കുക. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദീപാദാസ് മുൻഷിയോട് പോലും പോയി വേറെ പണി നോക്കാൻ കെ സുധാകരൻ പറഞ്ഞത്.